മാത്രം ഉരുളയാക്കി എടുക്കാൻ പറ്റുക, അതനുസരിച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് നല്ലതുപോലെ കുറയ്ക്കണം. ഒരുപാട് ആവുകയും ചെയ്യില്ല, എന്നാൽ ഒരുപാട് കുറയുകയും ചെയ്യലും. എന്തുമാത്രം വേണോ നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, ഇവിടെ ഒരു 11 ബോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ അളവിൽ ഞാൻ ചെറിയ ബോളാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ് 11 എടുത്ത്. വലുതൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 6 കാണത്തുള്ളായിരിക്കും. ഇവിടെ ഞാൻ ചെറുതെടുത്തോണ്ടോ 11 ബോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ എല്ലാം ബ്രെഡ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തത് ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചായിരുന്നു. ഇനി നമുക്ക് ഈ ചീസ് ബോൾ ഇതിലോട്ടിടാം. ഇനി ഇതൊരു സിമ്മിലിട്ടാൽ മതി കേട്ടോ. ഒരുപാട് ഹൈയിൽ ഇടണ്ട, എന്നാൽ ഒരുപാട് ലോയിൽ ഇടണ്ട. സിമ്മിലിട്ടിട്ട് ഇതിന് ഒരു ചെറിയ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡും കൂടെ മൂപ്പിക്കണം. ബ്രൗൺ ആയാൽ മതി കേട്ടോ, ഒരുപാട് ഡാർക്ക് ആവണ്ട. ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഈവനിങ് സ്നാക്ക്, പൊട്ടറ്റോ ചീസ് ബോൾ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടോ. വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കല്ലേ. ഞാൻ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ പൊട്ടറ്റോ ചീസ് ബോൾ. സോസിൽ കൂടെ ടൊമാറ്റോ സോസ് മുക്കി കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത്. അപ്പം ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരണം. ട്രൈ ചെയ്യാതിരിക്കാനും കേട്ടോ. നല്ല മസ്റ്റ് ട്രൈ ടേസ്റ്റി ഈവനിങ് സ്നാക്ക് ആട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കല്ലേ. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ അമർത്താനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.